വേണ്ട കീറിയിട്ട് അതിൽ തന്നെ നമ്മൾ ഡ്രസ്സും പിന്നെ ബാഗും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എവിടേക്കാന്നല്ലേ ഇന്ന് നമ്മൾ ഒരു റൈഡ് പോകാൻ പോകുന്നതെന്ന് CRFൻ്റെ ഗണ്ടി ഫോർട്ട്, ആന്ധ്രാപ്രദേശിലുള്ള ഗണ്ടി ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ കണ്ണൂരിൽ കാലിക്കറ്റിൽ നിന്നും പിന്നെ ട്രിവാൻഡ്രത്തു നിന്നും എല്ലായിടത്തു നിന്നും ആൾക്കാരുണ്ട്. CRF ഇതിന് മുമ്പേ 2 പ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആന്ധ്രാപ്രദേശിലാണ് ഗണ്ടി ഫോർട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിൻ്റെ സിസ്റ്റർ. അപ്പോൾ അവളുടെ അടുത്ത് പിന്നെ ഇന്ന് താമസിച്ചിട്ട് നാളെ മോർണിംഗ് ആണ് ഗണ്ടി ഫോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവരൊക്കെ കാലത്ത് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കാലത്ത് പുറപ്പെടണമെന്നൊക്കെ ആദ്യം വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഇന്ന് കാലത്തല്ലോ ഏകദേശം ഒരു 11-12 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്താത്ത നാട്ടിൽ വന്നിട്ടുണ്ട് 2 ആഴ്ചയായി. ഓർ ഇന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാം കൂട്ടി ഒരുമിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർ പോകുന്നതുകൊണ്ട് ഷിറൂനുള്ള പിന്നെ ബീഫും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. പിന്നെ എൻ്റെ പ്ലാന്റ്സിന് നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. അപ്പോൾ അതുവരെയുള്ള വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പല പണികളുണ്ട്. വെള്ളം നനക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ബീഫ് ഇവിടെ വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇതിൻ്റെ ഐസൊക്കെ പോയിട്ട് നല്ല അടിപൊളിയാവും. അപ്പോൾ വേഗം അതിന് പ്ലാന്റ്സിന് വെള്ളമെല്ലാം നനക്കട്ടെ. സാധാരണ മഴക്കാലത്ത് ഞാൻ കൂടുതൽ അങ്ങനെ നനക്കാൻ നിൽക്കല്ല. പക്ഷേ ഇതിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് അത്രയും ദിവസമുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വരുമ്പോഴേക്ക് എത്താത്ത ഇവിടെ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണി അങ്ങ് കഴിഞ്ഞ് അങ്ങനെ കഴിച്ച് 9 ആകുമ്പോഴേക്ക് വെള്ളം നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വെയിലാണ്. അവിടെ നല്ലോണം ടയേർഡായി. പകൽ സമയത്തുണ്ടല്ലോ നല്ല വെയിലാണ്. ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് മഴ തുടങ്ങുന്നത്. പിന്നെ മഴ പെയ്തിട്ടും കാര്യമില്ല. എൻ്റെ അടുത്ത് ഫുൾ ഷീറ്റിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് പറഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഡ്രൈ ആയി പോകും. അപ്പോൾ തിരിച്ചു വരുന്നവരെയുള്ള വെള്ളമെല്ലാം ആക്കി നല്ലോണം നനച്ച് കൊടുത്ത് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ വണ്ടി ഒന്ന് പിന്നെ ലൂബ് ചെയ്യണം. ഇന്നലെ നല്ലോണം വാഷെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ചെയിൻ ക്ലീനൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അവസ്ഥ എന്താ പറയുക ശോചനീയ അവസ്ഥയായിരിക്കും. പിന്നെ ഇന്നിനിപ്പോൾ ലൂബ് അടിച്ചു കൊടുക്കണം. ലൂബ് നമ്മൾ ഒരു 300 കിലോമീറ്റർ കൂടുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെയിൻ നല്ല ലൈഫ് കിട്ടും. ഏകദേശം ഒരു 1500 പിന്നെ എബോവ് ഇപ്രാവശ്യത്തെ റൈഡിൽ ഓടിക്കാനുണ്ടാവും. അപ്പം പിന്നെ ഞാൻ എന്തായാലും ലൂബ് കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 300 ആകുമ്പം ജസ്റ്റ് ലൂബ് മാത്രം ചെയ്ത് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ ഇനി ചെയിൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. കുളിച്ച് കഴിഞ്ഞിട്ടും വിയർപ്പിനൊന്നും ഒരു രക്ഷയില്ല. ഇങ്ങനെ വിയർത്തൊഴുകുന്നുണ്ട്. ഞാൻ പൊതുവേ റൈഡ് പോകുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ തല കഴുകാറില്ല. കാരണം വെച്ചാൽ നമ്മളിവിടുന്ന് തല കഴുകി കഴിഞ്ഞ് പിന്നെ അത് കെട്ടി വെച്ച് വിയർപ്പും എല്ലാം ആകുമ്പോൾ പിന്നെ ഡെസ്റ്റിനേഷനിലെത്തുമ്പോഴേക്ക് നമ്മൾ ആകെ സ്മെല്ലടിക്കാൻ തുടങ്ങും. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളമെല്ലാം നനച്ച് വണ്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കയറുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ നല്ലോണം വിയർത്ത് ഒഴുകാൻ തുടങ്ങി. പിന്നെ കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിലും പ്രശ്നമാണ്. ഞാൻ ഏതായാലും കുളിക്കാതെ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി വേഗം സൺസ്ക്രീനെല്ലാം ഇടട്ടെ. ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പം ബാംഗ്ലൂരിൽ പോകുമ്പോൾ കഴിഞ്ഞ ബാംഗ്ലൂരിൽ പോകുമ്പോൾ വാങ്ങിച്ചതാണ് UV ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പിന്നെ കുഴപ്പമില്ല, ബെറ്ററാണ് സംഭവം. പക്ഷേ പിന്നെ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് എന്താ പറയുക കെമിക്കലാണ്. അപ്പോൾ ഞാൻ എപ്പോൾ കെമിക്കൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്കിന്നിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓർഗാനിക് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഞാൻ ഇത് ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ഞാൻ വേഗം ഇത് അപ്ലൈ ചെയ്യട്ടെ. ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ ലീവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പെല്ലാം എന്ന് വെച്ചാൽ തേച്ചപാട് പുറത്തിറങ്ങലാണ്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നേ. പിന്നെ ഷിറുവാണ് എനിക്ക് പറഞ്ഞത് തേച്ച് കഴിഞ്ഞാൽ പാട് ഇറങ്ങരുത്, ഒരു 10 മിനിറ്റ് കഴിയണം, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാനേ ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേച്ച് കഴിയുമ്പോൾ കാണില്ലേ ഫുള്ളായിട്ട് ഒരു വൈറ്റ് കളറാവുന്നത്. ഇപ്പം പിന്നെ മാർക്കറ്റിൽ ഈ വൈറ്റ് കളർ ആവാത്തതും കൂടി അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കേ സാധനം ഇവിടെ എത്താൻ ചാൻസ് ഉള്ളൂ. മട്ടന്നൂർ കഴിഞ്ഞ് ഇരിട്ടി എത്താനായി. മട്ടന്നൂർ ടൗൺ കഴിഞ്ഞപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ നല്ല വെയിൽ, അങ്ങനെ ആയി വന്നപ്പം പിന്നെ ഞാൻ കോട്ടിടാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കോട്ടിടാൻ വേണ്ടി ഇറങ്ങി അവിടെയും ട്രാജഡി. പാൻറ് എടുത്തിടുമ്പോഴേക്കുണ്ട് ഫുള്ളായിട്ട് അങ്ങനെ കീറിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് മടക്കി വെച്ചതാണ്, എന്നിട്ടാണ് ഇപ്രാവശ്യം എടുത്തിടുന്നത്. എന്താ കഥ, ഇനിയിപ്പോൾ ഇരിട്ടിയിൽ ഇറങ്ങി നോക്കണം. ഇവിടെ ഈ ഒരു കടയിൽ ഞാൻ ചോദിച്ചു നോക്കി പാൻറ് മാത്രം ഉണ്ടോയെന്ന്. പക്ഷേ പാൻറ് മാത്രം ഇല്ല. പിന്നെ അവരടുത്ത് സാധാ ഒരു വെള്ള കളറിലില്ലേ ഇപ്പം എന്താ പറയുക ഈ ഒരു മഴക്കൊറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്ന ആ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നെ ഒരിക്കൽ ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ കീറിപ്പോവും.
അവിടെ ഇനിയിപ്പം ഇരിട്ടി ടൗണിൽ അതും കൂടി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങണേ. ഗൈസ് എങ്ങനെയല്ലോ ഇരിട്ടിയിലെത്തി. ഇടക്ക് മഴയുണ്ട്, ഇടക്ക് മഴയില്ല, അങ്ങനെ ആയിട്ട് ഇരിട്ടി എത്തി. ഇനിയിപ്പം ഈ ഒരു കട ഇവിടെ കണ്ടിട്ട് സൈഡാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ. പാൻറ് മാത്രമേ ഇത് കിട്ടുമെന്ന് അറിയില്ല, ഏതായാലും നോക്കട്ടെ. ഈ ഒരു കളറേ ഉള്ളൂ, ഇതൊരു ലെയറാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇതൊട്ട് അങ്ങനെ അതും കിട്ടി, സമാധാനമായി. ഇനി ഒറ്റ വിടൽ വിടാം. ഗൈസ് അങ്ങനെ ഇപ്പം ഞാൻ ഹുൻസൂർ എത്തി. 4 മണിക്കാണ് ഹുൻസൂർ എത്തി കേട്ടോ. ശരിക്കും 6 മണിയാകുമ്പോഴേക്ക് ഞാൻ ബാംഗ്ലൂർ എത്തേണ്ടതാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇവിടെ ഒരു 5-6 കിലോമീറ്റർ മുമ്പ് വരെ മട്ടന്നൂരിൽ നിന്ന് തുടങ്ങിയ മഴയാണ്. ഈ ഒരു 5-6 കിലോമീറ്റർ മുമ്പ് വരെ നല്ല നിർത്താതെ പെയ്യുന്ന മഴ. എനിക്ക് സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ എന്താ പറയുക, മഴ അടിക്കുന്നതുകൊണ്ട്, മഴത്തുള്ളി അടിക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ ഒരു വല്ലാത്ത അസ്വസ്ഥത. പിന്നെ ഒറ്റക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മളെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് സാവധാനം ഇങ്ങനെ വന്നാൽ മതി. നല്ല രസമുണ്ടായിരുന്നു, റൈഡ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് നനഞ്ഞ്, ഉള്ളിലെല്ലാം നനഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ബാംഗ്ലൂർ വഴി ഈ ഒരു വെയിലാണെങ്കിൽ നല്ല സുഖമായി ഫുള്ളായിട്ട് ഡ്രൈ ആയി കിട്ടും. ഒന്നാമത് ഈ ഷൂ ഒക്കെ നനയുന്നതാണ് മഴക്കാലത്ത് റൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടിൽ നിന്ന് പിന്നെ 10:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പോൾ പിന്നെ 11:30 ഇറങ്ങുമ്പോൾ പിന്നെ വിശക്കാത്തതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. ഒരു മാംഗോ ജ്യൂസ് അത് ഉണ്ടാക്കി തന്നെ, അതും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇപ്പം ഏതായാലും ഒരു ചായ കുടിക്കാൻ ഞങ്ങൾക്ക് വിശക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ടയേർഡ് പോലെ. അപ്പോൾ ഏതായാലും ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ ഏകദേശം 3-3.5 കിലോമീറ്റർ അല്ല, 3.5 മണിക്കൂറുണ്ട് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഏതായാലും ഇനി ഒരു ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരും. പക്കോട ഉണ്ടെന്ന് നോക്കുമ്പോഴേക്കും ഒരുപാടുണ്ട്. ഒരു പ്ലേറ്റ് നിറച്ചും പക്കോടയുണ്ട്. ഞാൻ എന്നിട്ട് ഇത് പകുതിയാക്കി തരാൻ വേണ്ടി ചോദിച്ചു നോക്കി. അപ്പോൾ പകുതിയാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്തിട്ട് ദോശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ ദോശയും പിന്നെ മസാല ദോശയും വേറെന്താ ദോശയൊന്നും കൂടി പറഞ്ഞു, എനിക്ക് ഓർമ്മിട്ടുമില്ല. എന്നിട്ട് ഞാൻ പിന്നെ പ്ലെയിൻ ദോശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. നല്ല അടിപൊളി ചായയാണ്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചായ കുടിക്കാം. നല്ല കിട്ടുന്ന ചായ, നല്ല കുഞ്ഞു ദോശ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ റൈഡ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരും. ഡ്രൈ ആയാൽ മാത്രമേ നല്ല സുഖമുണ്ടാവില്ല ഓടിക്കാൻ വേണ്ടി. മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡ് ചെയ്യാൻ രസമാണ്. പക്ഷേ ഇത് കയ്യെല്ലാം കണ്ട ഒരു വല്ലാണ്ട് പിന്നെ മഴ കൊണ്ടുകൊണ്ട് ഗ്ലൗസ് ഇടാനും കഴിയില്ലല്ലോ. ഗ്ലൗസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, കുതിർന്ന പോലെയാണ് കണ്ണൂർ ഭാഷ. നമ്മൾ കർണാടക വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഹൈവേയിൽ ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇവർ ഫ്രൂട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. കഴിഞ്ഞ മാസം ഞാൻ പയാനയിൽ വന്നപ്പോൾ മാംഗോ ആയിരുന്നു. നല്ല റെഡ് കളറ് മാംഗോ, അൽഫോൺസ മാംഗോ, പിന്നെ അതുപോലെ തന്നെ യെല്ലോ കളറ് നല്ല വൃത്തിയിൽ ഇവർ അടുക്കി വെക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് ഈ ഞാവലും പിന്നെ അതുപോലെ തന്നെ ലിച്ചിയെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാവൽപ്പഴമാണ് നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടാവുന്നത്. അതുപോലെ ലിച്ചി ഞങ്ങൾ ഞാവൽന്ന് പക്ഷേ ഇതിപ്പോ ഇവരെ ഇതില് നെവരാന്ന് അങ്ങനെ എന്തോ പേര് പറയാം, എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. നമ്മൾ ഞാവൽ എന്നാ പറയല്ല. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ ഷുറു വന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. നമ്മളവിടെ ഉള്ളത് ചെറിയതാണ്, സൈസ് ചെറുതാണ്. പക്ഷെ ഇവിടെ ഉള്ളത് നല്ല വലിപ്പം. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും ഇവിടെ തന്നെ കഴിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഷുറു ബാംഗ്ലൂർ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വീട്ടിലെത്തുമ്പോഴേക്ക് പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് അല്ല. കാരണം ഇത് പെട്ടെന്ന് കേടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം ഇവിടുന്ന് നാട്ടിലേക്ക് എത്തുന്നെങ്കിൽ നമ്മളെ നാട്ടിലെ ചൂടും അങ്ങനെ എല്ലാം ആകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് കേട് വന്നിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇവിടെ തന്നെ വാങ്ങിച്ച് കഴിക്കുമ്പോണ്ടല്ലോ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റും ഉണ്ട്, നല്ല ജ്യൂസിയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവരുണ്ടെങ്കിൽ ഇവിടുന്ന് ലിച്ച് വാങ്ങിക്കണം. മാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ലിച്ച്. ലിച്ച് നല്ല മധുരമുണ്ട്, അടിപൊളിയാണ്. ഈ ഒരു ഏരിയയിലുണ്ട് ഒച്ചപ്പാട്. ഈ ഒരു ഏരിയയിലുണ്ടല്ല റോഡിൻ്റെ 2 സൈഡ് കരിമ്പ് കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാന്ന് അങ്ങനെ ഇറങ്ങിയതാണ്.
പിന്നെ കരിമ്പ് കൃഷിൻ്റെ സൈഡിലൂടെ കുഞ്ഞരുവി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഞാനിപ്പം മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേൻ്റെ അടുത്ത് എത്തി. പിന്നെ നമുക്ക് 2 വീലേഴ്സിന് അലൗഡ് അല്ല. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അലൗഡ് ആയിരുന്നു, പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തലാക്കി. അപ്പോൾ നമുക്ക് പാരലായിട്ട് വേറെ റോഡുണ്ട്, അതും അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പിന്നെ ജംഗ്ഷൻ വരുമ്പോൾ മാത്രം പിന്നെ ഹമ്പ് ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം ബാംഗ്ലൂർ എത്തുമ്പം എന്തായാലും രാത്രി 9 മണിയാവും. കാരണം വെച്ചാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ നിർത്തി വീഡിയോസ് എടുത്തിട്ടും പിന്നെ റിലാക്സ് ചെയ്ത് മെല്ലെ പോകുന്നുള്ളൂ. പിന്നെ വെച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, എൻജോയ് ചെയ്ത് പോവാണ്. ഗൈസ്, ഞാൻ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നല്ല 1.5 ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ടേ വരുന്നത്. ഏകദേശം 22 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ 2 മണിക്കൂർ എടുത്തത്. ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ആ ഒരു ത്രില്ല് മുഴുവൻ പോയി. മടുത്ത് എന്ന് പറഞ്ഞാൽ 1.5 മടുപ്പായിരുന്നു. പിന്നെ ആ ഒന്നാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ടൗണിലൊക്കെ ഇങ്ങനത്തെ മെട്രോ സിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ. ഒന്ന് കണ്ണങ്കടിക്കൂടെ തെറ്റിയില്ലെങ്കിൽ വന്ന് ഇടിക്കുക, അത്രയും റഷാണ്. ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചിട്ട് പോകും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ആരും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് വന്ന പാടെ തന്നെ വേഗം ഫ്രഷായി. ഇതാണ് പിന്നെ എൻ്റെ റിജോയിൻ്റെ പെങ്ങൾ റിജിന. അവൾക്ക് നാണം എന്നിട്ടാ. നല്ല അടിപൊളി ബിരിയാണിയെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചതേ. നല്ല ഹൈദരാബാദി ബിരിയാണിയാണോ? നല്ല തലപ്പാക്കട്ടി ബാംഗ്ലൂർ സ്റ്റൈലാ ഏതാന്നൊന്നും അറിയില്ല. പേര് വലിയ വായിക്കൊള്ളാത്ത പേരല്ലേ. മതി കേട്ടോ. അയ്യോ, ഞാനിതാ ഈ പീസ് തന്നെ കഴിക്കല്, സ്റ്റൈലാക്കുന്നില്ല. ബിരിയാണി കഴിച്ച് ഇതായി ഗൈസ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ സോളോ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് പിന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കാലത്ത് തന്നെ പിന്നെ ഗന്ധിക്കോട്ടയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതാണ്. 5 മണിക്കല്ല 5:30 ആകുമ്പോഴേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഇവിടെ ട്രാഫിക്കൊക്കെ തുടങ്ങും. അപ്പം പിന്നെ ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇറങ്ങിയിട്ട് 5:45 ഏകദേശം ആകുമ്പോഴേക്ക് അവിടെ എത്തുമായിരിക്കും. 6 മണിക്ക് റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ വിചാരിക്കുന്നത്. തീരെ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പം കിടന്നുറങ്ങുമ്പോഴൊക്കെ 11 മണിയൊക്കെ കഴിയും. ഡെയിലി ഇങ്ങനെ ഉറക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ടയേർഡാവും. അപ്പം നാളെ കിടന്നുറങ്ങാനും വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ. ഇനിയിപ്പോൾ നാളെ വർത്താനം പറയിരിക്കലായിരിക്കും. ഓക്കെ, എന്താവട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ അവിടെ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.